ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പാലക്കാട്ടുകാരുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഡിഷാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല. അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു ഡിഷാണ്. അതായത് കൊള്ളുപുളി. കൊള്ളെന്ന് വെച്ചാൽ മുതിരപ്പുളി. അപ്പോൾ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും പാലക്കാട് താമസിക്കുന്നവർക്ക് ഈ ഡിഷ് അറിയാൻ പറ്റും. എന്തായാലും കൊള്ളുപുളി അറിയാം, മുളക് വറുത്ത പുളി അറിയാം, ഇതില്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കണ ദിവസം കുറച്ചധികം ചോറ് വേണ്ടി വരും. അരി ഇത്തിരി കൂടുതലിടണം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാം. അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ആണ് കാണണം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേട്ടോളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ കുറച്ച് മുതിരെടുത്തു, ഒരു ചട്ടിയിലിട്ട് ഒന്ന് വറക്കുക, ഒന്ന് സോട്ട് ചെയ്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുതിരെന്ത് വേണം, നമ്മൾ കഴുകി വെയിലത്തിട്ട് ഉണക്കി കുപ്പിയിലിട്ട് വെക്കണം ഇതിനുള്ള മുതിര. അതല്ലാതെ നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോവും. ഇതിന് ആ ഒരു വറുക്കുമ്പോഴത്തെ ആ സ്മെല്ല്, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോൾ അതിൻ്റെ കളർ മാറും. അതൊരു ഒരെണ്ണം എടുത്ത് വായിലിട്ടിന് കറന്നിരിക്കും. അപ്പോൾ അത് പാകമായി എന്നുള്ളതാണ് കേട്ടോ. അപ്പം തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിലല്ലേ ഇരിക്കുന്നത്, ചട്ടിയിലിരുന്നാൽ എന്തുണ്ടാവും, അത് പെട്ടെന്ന് ചൂട് ആറില്ല. അപ്പോൾ ആ ചൂട്ടോടെ തന്നെ ഇരിക്കുമ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് പരത്തി വയ്ക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. അതായത് 1 2 വേണ്ടു, അത്രയ്ക്കും വേണ്ടു. അതല്ലാതെ പൊടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് വേഗം കഴിയും. എന്ന് വെച്ചാൽ റോസ്റ്റ് ചെയ്തതല്ലേ, അപ്പോൾ അങ്ങനെ അരയ്ക്കാൻ പെട്ടെന്ന് കഴിയും. അരയ്ക്കാന്ന് വെച്ചാൽ 2 എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു വീട്ടിലുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത്രയൊക്കെ ഉള്ളൂ ആവശ്യം. അപ്പോൾ ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ അത് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കുക. കുക്കറിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ചട്ടിയിലിട്ട് വേവിക്കുക. പക്ഷെ കുറേ നേരം എടുക്കില്ലേ നമ്മളപ്പോൾ ഇതൊക്കെ വേഗം കഴിയണ്ടേ. അപ്പോൾ അത് ഇന്ന് ഇപ്പോൾ കൊള്ളുപുളിയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഏതാൾക്കാർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും, അത്രയ്ക്ക് രുചി ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി തന്നെ എടുക്കാം. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മാത്രം സബോള എടുക്കുക, ചുവന്നുള്ളി എടുക്കുക. ഒരു പിടി ചുവന്നുള്ളി, ഒന്ന് നടു കട്ട് ചെയ്തത്, അതുകൂടി ഇടുക. കുറച്ച് തക്കാളി, അത് സൈസ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഉടച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ കൊള്ള് ഒന്ന് വേവിക്കാം. കൊള്ളെന്ന് വെച്ചാൽ മുതിര. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, കൂടണ്ട, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മഞ്ഞൾ ഒരു ടീസ്പൂൺ മഞ്ഞൾ മതി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത്രയേ ഉള്ളൂ അതിൽ മസാല എന്ന് പറയണത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടും, പിന്നെ പുളിയാണ് ആവശ്യം. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം പുളി ചേർക്കുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കത് അടച്ച് വയ്ക്കാം. അടച്ചിട്ട് ഒന്ന് സ്റ്റീം വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇടാം. അപ്പോൾ അത് വരുമ്പോഴേക്കും നമ്മൾക്ക് കുറച്ച് പണി വേറെ ഉണ്ട്. കോൽപ്പുളി കുറച്ചെടുത്തിട്ട്, ഒരു നാരങ്ങനേക്കാളും വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഞരടി പിഴിഞ്ഞ് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഞരടി ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ അത് കുതിർന്ന് ഇരിക്കും. അതൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്കിത് കുക്കറിൽ ഒരു 4 വിസിൽ കഴിയുമ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഉടയണം ശരിക്കും, ആ രീതിയിൽ അതൊന്ന് വേവണം കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ വെന്ത കൊള്ള് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഉടഞ്ഞ് പോട്ടെ കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞ് തക്കാളിയും ചുവന്നുള്ളിയും ഒക്കെ കൂടി അങ്ങോട്ട് അലിഞ്ഞ് ചേരുന്ന വിധത്തിൽ ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി ഉടച്ചതിന് ശേഷം നമുക്ക് പുളി, നമ്മൾ ഞരടി വെച്ച പുളി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെയോ ഇനി വേണ്ടത് നമ്മൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ പിന്നെ വേണ്ട കുറച്ച് ശർക്കര. ഇത് എൻ്റെ ഓപ്ഷനിലാണ്, പാലക്കാട്ടുകാരുടെ അല്ല. പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. തൃശ്ശൂർക്കാർക്ക് ശർക്കര ഇടൽ ഇത്തിരി കൂടുതലാണെന്ന് ഇവിടെ എല്ലാവരും പറയും. പക്ഷേ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇതിടുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട്, വേണമെങ്കിൽ ചേർത്താൽ മതി. അത് ഇതിൽ ഒതൻറ്റിക് ആയിട്ടുള്ളതിൽ ഉള്ളതേ അല്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക്, ഇതിൻ്റെ താളിപ്പ് പ്രത്യേക രുചിയാട്ടോ. കുറച്ച് ഉലുവ, പിന്നെ വേണ്ടത് ചുവന്നുള്ളി തന്നെ, നമ്മൾ കുനുകുനാ അരിഞ്ഞ് ചുവന്നുള്ളി വേണം, കുറച്ച് വറമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് ഇതിലിട്ട്. പക്ഷേ അതിൻ്റെ ഫ്ലേവർ ഒരു സൂപ്പറാണ്. ഇപ്പോൾ ഈ റോസ്റ്റ് ചെയ്ത
ഈ കൊള്ളുണ്ടല്ലോ അതിൻ്റെ ഒരു പ്രത്യേക മണമാണ്. അതാ വറുത്ത അതിൻ്റെ ഒരു മണം വരുമല്ലോ, റോസ്റ്റ് ചെയ്തതിൻ്റെ അതും ഒക്കെ കൂടിയിട്ട് നല്ലൊരു മണം വേറെ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഉള്ളി ചുവന്നുള്ളി അങ്ങോട്ട് മൂത്ത് ഈ കറിവേപ്പിലയും എല്ലാം കൂടിയിട്ടുള്ള ഒരു മണം ഉണ്ടല്ലോ, അത് വേറെ താളിപ്പ് തന്നെയാണ്, അത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് നമ്മൾക്ക് ഈ മുതിരയിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഉപ്പിട്ടു. എന്നിട്ട് ഇതങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പറാണ്. ഈ നേരത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, നല്ല പാകമാണ്. ഇതാണ് അതിൻ്റെ പാകം. അത് അപ്പം തന്നെ അടച്ചു വയ്ക്കുക. അതിന് ശേഷം ചോറെടുത്ത് നന്നായിട്ട് വെന്ത ചോറെന്ന് വെച്ചാൽ പ്രത്യേകത കുറച്ചുകൂടെ പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് വീണ്ടും വേണ്ട നല്ല 3 കയ്യിൽ കൊള്ളുപുളിൻ്റെ ചോറിട്ട് ഇനി കുറച്ച് നാരങ്ങ അച്ചാറ് നമ്മൾ മിഞ്ഞാന്നാണ് ഉണ്ടാക്കിയതാണ്. മിഞ്ഞാന്നാണ് ഇന്നലെ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അത് വരും കേട്ടോ. അപ്പോൾ അത് ഇത്തിരി അതിൻ്റെ തലയ്ക്കൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കൂട്ടിക്കുഴച്ച് കഴിക്കും. അപ്പോൾ കൊള്ളുപുളി എന്താണെന്ന് മനസ്സിലായില്ലേ? പാലക്കാടിൻ്റെ സ്വന്തം കറിയാണ്. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഈ കൊള്ളുപുളി, മുളക് വറുത്ത പുളി, അങ്ങനെയുണ്ട്, പുളിച്ചാറ് അങ്ങനെ ഒക്കെ പറയും. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. ഇതും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കാം. അധികം ചിലവില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പുളിയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ആയിട്ടുണ്ട്, എരിവും ഒക്കെ പാകാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. കാരണം ഇത് ഒക്കെ ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പം നിങ്ങളത് വിടാതെ, അധികം പണിയൊന്നുമില്ല, ആ ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ്. അപ്പോൾ ഇത് കഴിക്കാം. പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോൽപ്പുളി ധാരാളം ഇവരുപയോഗിക്കും. അപ്പോൾ ആ കോൽപ്പുളി കൊണ്ടുള്ള കറികളാണ് അധികം, പുളി ചേർത്തിട്ടുള്ള കറികളാണ് എല്ലാത്തിലും. മിക്കവാറും മീൻകറിയിലും ഈ കോൽപ്പുളി തന്നെയാണ് ഉപയോഗിക്കാം. ഇനി ഇത് പപ്പടം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. അസാധ്യരുചി കേട്ടാ. ഞാനിത് മുഴുവൻ കഴിക്കാതെ നിങ്ങൾ നോക്കിയിരിക്കേണ്ടി വരും. എന്തായാലും അവസാനിപ്പിക്കാം. നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവിടത്തേതായ രീതിയിൽ ഉള്ള കറികളുണ്ടാവും, സ്പെഷ്യലായിരിക്കും അതൊക്കെ. അപ്പോൾ ഈ പാലക്കാട്ടെ പ്രത്യേകതയുള്ള ഡിഷസാണ് ഇതൊക്കെ. അത് അതേ രീതിയിൽ ഒതൻറ്റിക്കായിട്ട് തന്നെ ഞാനത് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളപ്പോൾ അത് കാണുക. എല്ലാ ഡിഷസും നിങ്ങൾ എൻ്റെ കാണണം കേട്ടോ. അപ്പോൾ പറ്റാവുന്ന ആൾക്കാർക്ക് ഒഴിവുള്ള സമയത്ത് കുറച്ച് കമൻറ്റ് ബോക്സിൽ കുറച്ച് എന്തെങ്കിലും ഒന്ന് അഭിപ്രായങ്ങൾ എഴുതിയിടുക കേട്ടോ. അപ്പോഴാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളിത് കാണുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.